തന്റെ ശാരീരിക പരിമിതികളെ വകവയ്ക്കാതെ സ്വന്തം കഴിവുകളാൽ താരമാവുകയാണ് പത്തനംതിട്ട ഏനാത്ത് സ്വദേശിനി നന്ദന. വിനേഷ് റീജ ദമ്പതികളുടെ മകളാണ് VHSC അഗ്രികൾച്ചറൽ വിദ്യാർത്ഥിനിയായ നന്ദന. വെല്ലുവിളികളെ അതിജീവിക്കാൻ പ്രചോദനം പകരുന്ന നന്ദന എന്ന നന്ദൂട്ടിയുടെ വിശേഷങ്ങൾ കാണാം. ഈ ഒരു റിപ്പോർട്ടോടുകൂടി ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർത്തിയാകുകയാണ്. ശേഷം ഹലോ മലയാളം വിത്ത് സേതുലക്ഷ്മി കാണാം. നമസ്കാരം. മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കരയ്ക്കുള്ളില് ചോരക്കൺമുയൽ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി ദൂരത്തിൽ എങ്ങ പതുങ്ങിയല്ലോ താരക്കൊളുത്തുള്ള. നന്ദനയുടെ പാട്ടിന് ലോകമെമ്പാടും വലിയ ആരാധകരാണ്. പാട്ടിനു പുറമെ മിമിക്രിയും നന്ദനയ്ക്ക് വശമുണ്ട്. അങ്ങനെ പാട്ടുപാടിയും മിമിക്രി കാണിച്ചും നന്ദനയ്ക്ക് നിരവധി അംഗീകാരങ്ങളും ലഭിച്ചു. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവങ്ങളിൽ നന്ദന താരമായി. സോഷ്യൽ മീഡിയയിലൂടെയാണ് നന്ദനയെ ലോകമെമ്പാടുമുള്ള ആളുകൾ തിരിച്ചറിഞ്ഞത്. എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് നേടിയ വിജയം. പാട്ടും മിമിക്രിയും ചെറുപ്രായം മുതലേ നന്ദന ഒറ്റയ്ക്കാണ് പഠിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, ചെറുതിലെ ജസ്റ്റൊക്കെ ഒന്ന് ഒരു മൂളിപ്പാട്ട പോലൊക്കെ ഒന്ന് പാടും. അങ്ങനെയൊക്കെ പാടി പിന്നെ അതൊരു കേട്ടിട്ട് നമ്മളെ ട്യൂണൊക്കെ അങ്ങ് സ്വന്തമായിട്ട് കണ്ടുപിടിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ പാടും. മിമിക്രി സ്വന്തമായിട്ട് പഠിച്ചതാണ്. ചുറ്റുവട്ടത്തു നിന്നുള്ള സ്ഥലത്തൊക്കെ ആയിട്ട് പഠിച്ചത്. VHSC അഗ്രികൾച്ചറൽ വിദ്യാർത്ഥിനിയാണ് നന്ദന. മ്യൂസിക് അധ്യാപിക ആകണമെന്നാണ് ആഗ്രഹം. അച്ഛൻ വിനേഷും അമ്മ റീജയും നന്ദനയുടെ ആഗ്രഹങ്ങൾക്ക് ഒപ്പമുണ്ട്. മകളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ഇപ്പോൾ പ്രത്യേക പരിശീലനവും നൽകുന്നുണ്ട്. ശാരീരിക പരിമിതികളാൽ ഒതുങ്ങിക്കൂടാനല്ല, ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി പറന്നുയരാനാണ് നന്ദനയുടെ തീരുമാനം. അതിയായ സന്തോഷം തോന്നുന്നു. ഇപ്പം ചാനലുകാർ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഇപ്പോൾ പ്രതീക്ഷപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് ഈ ഭാഗ്യമൊക്കെ ഉണ്ടായതേറെ ഞങ്ങളുടെ ഈ മോള് കാരണമാണ്. അവളെ നന്നായി ഏതറ്റവും പഠിപ്പിക്കാൻ അത്രയും തന്നെ ഞങ്ങൾ ശ്രമിക്കുകയാണ്. എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഞങ്ങൾ രണ്ടും അന്നെങ്കിൽ ഞങ്ങൾക്കൊരു കടയുണ്ട്, അതുപോലും കളഞ്ഞിട്ടാണ് ഞങ്ങൾ മോടെ കൂടെ ഓരോ ഇതിനൊക്കെ പഠിപ്പിക്കാനായാലും ക്ലാസ്സിനായാലും അല്ലാതെ പ്രോഗ്രാമിനൊക്കെ ആയാലും പോകുന്നത്. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ മോളെ ഒരു ഉയർന്ന നിലയിൽ എത്തിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇനി ഞങ്ങൾ എന്ത് വേണമെങ്കിലും എന്ത് കഷ്ടപ്പാടും ഞങ്ങൾ സഹിക്കും. മിമിക്രിക്ക് മോൾക്ക് സ്റ്റേറ്റ് സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് ഫസ്റ്റ് എ ഗ്രേഡ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ലളിതഗാനത്തിന് എ ഗ്രേഡും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്താ പറയുന്നത്, ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചല്ല. ദൈവം ഞങ്ങൾക്ക് അതിലും വലിയൊരു ഭാഗ്യം ഞങ്ങൾക്ക് തന്നു. ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും ഇന്ദീവരങ്ങളായി മാറി പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മാറി. ന്യൂസ് മലയാളം, പത്തനംതിട്ട.